എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്, നമുക്കറിയാം 2025 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറേ അധികം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ഒരുപാട് നോട്ടിഫിക്കേഷൻ ആണ് 2025 അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ കാലയളവിലെ സമാനതകളില്ലാതെ വലിയൊരു നോട്ടിഫിക്കേഷൻസ്, ഒരു ചാകരയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും മനസ്സിൽ കണ്ടുകൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി നേടിത്തന്ന ഒരു വർഷമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല ക്ലാസ്സുകളിൽ അല്ലെ പല വീഡിയോകളിലെ നിങ്ങളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് വരാൻ പോകുന്ന ഓരോ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ. അത്തരത്തിലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന, വലിയ കോമ്പറ്റീഷൻ ഉള്ള, അഡ്വൈസുകൾ വലുതായിട്ട് പോകാത്ത, നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടാവുന്ന, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ബിവറേജസ് കോർപ്പറേഷനിലെ LD എന്ന് പറയുന്ന തസ്തിക. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറഞ്ഞാല് ഈ ബിവറേജസ് കോർപ്പറേഷനിലെ LDയുടെ തൊട്ട് താഴെ വരുന്ന മറ്റൊരു നിയമനമാണ്. അപ്പൊ ഇതെല്ലാം അപ്പൊ 2025 അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, 10ാം ക്ലാസ് യോഗ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്, ഒന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ, രണ്ടാമത്തത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ, മൂന്നാമത്തത് ബിവറേജസ് കോർപ്പറേഷനിലെ LD എന്ന് പറയുന്ന പരീക്ഷ, നാലാമത്തത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷ. ഈ 4 പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ 2025 നവംബർ ഡിസംബർ മാസത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്, ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ LDയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനുശേഷവും ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തവണ എൻക്വയറി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കീഴിലുള്ള ലാഭത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊതുഖജനാവിന്റെ നല്ലൊരു റവന്യൂ തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആണ് ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോ ബിവറേജസ് കോർപ്പറേഷൻ ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകത്തില്ല. നിങ്ങൾ ഇപ്പോൾ വാർത്തകളിലൊക്കെ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടാവും, അതായത് 1 ലക്ഷം രൂപ ബോണസ് കിട്ടി എന്നൊക്കെ പറയുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തസ്തിക കൂടിയാണ് ബിവറേജസ് കോർപ്പറേഷൻ LD എന്ന് പറയുന്ന പരീക്ഷ. ആ ഒരു പരീക്ഷയുടെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മക്കളെ, നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്, ഇതിപ്പോ ഒരു സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കമായി. ഒക്ടോബർ നവംബർ കഴിഞ്ഞാൽ ഡിസംബർ മാസത്തോടു കൂടി നമുക്ക് ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പരീക്ഷ നടക്കും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്തുവാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യത്തെ 100-നകത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആദ്യത്തെ 100-നകത്ത് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യത ഉള്ളൂ. അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അതൊരു മറ്റൊരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബിവറേജ് LD എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം നിയമനങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നിയമനങ്ങൾ വളരെ കുറവാണെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റിനകത്ത് ആദ്യത്തെ 100-നകത്തേക്കാണ് നിങ്ങളുടെ പേര് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ബിവറേജസ് LD എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ബിവറേജസ് LDയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ്
നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലെ റീജിയണൽ ഓഫീസുകൾ 6 പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ വെയർ ഹൗസസുകൾ 26 പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഔട്ട്ലെറ്റുകൾ 278 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ പ്രീമിയം കൗണ്ടർ സെൽഫ് സർവീസ് 96 പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉള്ളത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് ഔട്ട്ലെറ്റുകൾ ഉള്ളത് വയനാട് ജില്ലയിലുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ബിവറേജ് LD എന്ന് പറയുന്ന പരീക്ഷ എഴുതി നല്ല മാർക്കോട് കൂടി നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നത് ഒന്നുകിലെ റീജിയണൽ ഓഫീസുകളിലായിരിക്കും, അല്ലെങ്കിൽ വെയർ ഹൗസസുകളിലായിരിക്കും, അതുമല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ നിയമനം വരുന്നത് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ നമുക്കറിയാം ബിവറേജസ് കോർപ്പറേഷന്റെ കോവിഡ് സമയത്ത് അവര് ഉണ്ടാക്കിയെടുത്ത ഒരു ആപ്പാണ് ബൗക്യൂ എന്ന് പറയുന്ന ആപ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. അപ്പൊ നമുക്കിനി അറിഞ്ഞിരിക്കേണ്ടത് നിലവിലെ റാങ്ക് പട്ടിക എന്നാണ് വന്നത്, എന്നാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്, സ്വാഭാവികമായിട്ട് ആ റാങ്ക് ലിസ്റ്റിനകത്ത് നിന്നും എത്ര പേർക്ക് നിയമനം കിട്ടി, അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും എത്ര റാങ്കിനകത്ത് വന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2021 അവസാനമാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് നവംബർ 30 നമ്മുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ അവസാനമായിട്ട് വന്നു നിന്നു. 2021 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2021, 2022 എന്ന് പറഞ്ഞാല് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കേരളത്തെ പിടിച്ചുകുലുക്കി, ലോകമെമ്പാടും പിടിച്ചുകുലുക്കി, കേരളത്തെയും പിടിച്ചുകുലുക്കിയ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലെ പരീക്ഷകൾ കൃത്യമായിട്ട് നടന്നില്ല. പിന്നീട് കാലതാമസം വന്നു. പരീക്ഷകൾ നടന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 2024 ഫെബ്രുവരി മാസം 6 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. സ്വാഭാവികമായിട്ടും 2027 ഫെബ്രുവരി 6 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പോൾ 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ 2025 8ാമത്തെ മാസവും കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഏകദേശം 1.5 വർഷം ഇപ്പോൾ തന്നെ കഴിഞ്ഞു മാറി. അപ്പോൾ 2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 2027 അവസാനിക്കുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് 2027 നിലവിൽ വരണമെങ്കിൽ 2025 അവസാന നോട്ടിഫിക്കേഷൻ വന്ന് 2026 പരീക്ഷ നടത്തി എങ്കിൽ മാത്രമേ 2027 ഈ പറയുന്ന ഫെബ്രുവരി 6 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരത്തുള്ളൂ. അപ്പൊ 2025 അവസാനം അല്ലെങ്കിൽ 2025 ഏജ് ഓവർ ആയി പോകുന്ന എല്ലാവർക്കും ഈ ഒരു തസ്തിക അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി മെയിൻ ലിസ്റ്റിലെ 1619 ഉദ്യോഗാർത്ഥികളെയും സപ്ലിമെന്ററി ലിസ്റ്റിലെ 1560 ഉദ്യോഗാർത്ഥികളെയും ഉൾപ്പെടുത്തിയ വലിയൊരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു നിലവിൽ വന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിന്റെ മുമ്പിൽ കണ്ടത്. പക്ഷെ നമുക്കറിയാം ഒരു ഔട്ട്ലെറ്റിലെ പരമാവധി 3-4 എംപ്ലോയീസ് ആയിരിക്കും ആകെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് 3-4 പേർക്ക് മാത്രമായിരിക്കും അവിടെ നിയമനം കിട്ടുന്നത്. മാത്രമല്ല നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എംപ്ലോയീസ് സ്വാഭാവികമായിട്ടും റിട്ടയർമെന്റിന് ശേഷമായിരിക്കും പുതിയ നമുക്ക് അവിടെ ഒരു വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ NJDകൾ കിട്ടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഹയർ പോസ്റ്റുകൾ കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് NJD കൊടുത്തു പോകുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് വലിയൊരു ജംബോ ലിസ്റ്റാണ് ഇട്ടതെങ്കിലും എത്ര പേർക്ക് നിയമനം കൊടുത്തു എന്ന് ചോദിച്ചാൽ 229 പേർക്ക് മാത്രമേ 14/5/2025 അവസാനമായിട്ട് അഡ്വൈസ് പോകുന്നത്. അതായത് വെറും 229 ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അഡ്വൈസ് പോയിരിക്കുന്നത്. അതായത് വളരെ തുച്ഛമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിനകത്ത് അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ഇനി എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു 350 അഡ്വൈസ് വരെ റാങ്ക് ലിസ്റ്റിന്റെ അവസാനം വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുതിയ സർക്കാർ നിലവിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുറച്ചുകൂടി അഡ്വൈസുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു 350 അഡ്വൈസിനോട് അടുത്ത് മാത്രമേ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ അടുത്ത പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് ആദ്യത്തെ 100-നകത്തേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി വേണം ബെവ്കോ LDC പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അന്ന് ബെവ്കോ LDCയുടെ പരീക്ഷ ഒരു പ്രിലിംസിന്റെ പരീക്ഷയും ഒരു മെയിൻസിന്റെ പരീക്ഷയും നടത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അവിടെ പ്രിലിംസിന്റെ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 80.33 മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 76.67 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത്. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ട് 2 എഴുത്തു പരീക്ഷകൾ നടത്തി ഈ പറയുന്ന രീതിയിൽ 1619 പേരെ മെയിൻ ലിസ്റ്റിനകത്തേക്ക് ഉൾപ്പെടുത്തിയ ഒരു വലിയ പരീക്ഷയായിരുന്നു നമ്മൾ ഈ എഴുതി മാറിയ ബെവ്കോ LDC എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പരീക്ഷ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ബെവ്കോ LDC പരീക്ഷ ഒരു സംസ്ഥാനതല പരീക്ഷയാണിത്, ജില്ലാതല പരീക്ഷയല്ല. ജില്ലാതല പരീക്ഷകളൊക്കെ PSC ഇപ്പോൾ തന്നെ ഒരു ഘട്ടമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ ഒറ്റ ഘട്ടമായിട്ട് നടത്തും, ഒറ്റ മെയിൻസിന്റെ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രിലിംസ് പരീക്ഷയും മെയിൻസ് പരീക്ഷയും നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSC നമ്മളെ പിന്നീട് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെ അറിയിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു മെയിൻസ് പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 100-നകത്തേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 3 പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒന്ന് ഈ പറയുന്ന ബിവറേജസ് LD എന്ന് പറയുന്ന പരീക്ഷ, രണ്ടാമത്തത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ, മൂന്നാമത്തത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ. ഇത് 3ഉം കൂടെ പ്ലാൻ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ 3 പരീക്ഷകളും നിങ്ങൾക്ക് എഴുതുവാൻ എല്ലാവർക്കും സാധിക്കുന്ന പരീക്ഷയാണ്. ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരെ എഴുതുവാൻ സാധിക്കുന്ന ഒരേ ഒരു LGS പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയാണ്. ഇത്തവണ അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ വരും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ബിവറേജസ് കോർപ്പറേഷനിലെ ജോലിക്ക് കയറി കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും നമ്മുടെ സാലറി, അതുപോലെ നമ്മുടെ പ്രൊമോഷൻ എങ്ങനെയായിരിക്കും എന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. ഒന്ന്, മക്കളെ, നമ്മൾ ആദ്യം ഈ വരുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ബിവറേജസിലെ OA ആയിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബിവറേജസ് കോർപ്പറേഷനിലെ ഏറ്റവും താഴ്ന്ന തസ്തിക എന്ന് പറയുന്നത് OA പോസ്റ്റ് ആണ്, LGS തസ്തികയാണ്. അതിനുശേഷം അത് LD ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരെ LD ആയിട്ട് വേണമെങ്കിൽ ഈ പരീക്ഷ എഴുതിയാൽ നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്, LD ആയിട്ട് മാറും. അതിനുശേഷം നമ്മൾ പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതി നമ്മൾ UD ആയിട്ട് മാറുന്നു. അതിനുശേഷം നമ്മൾ സെക്ഷൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റ് ആയിട്ട് മാറുന്നു. സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് മാറുന്നു. കാരണം ബെവറേജസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക ഒഴിവാക്കി അതിന് പകരമാണ് LDയിൽ വരുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടാണ് സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക വരുന്നത്. അപ്പോൾ OA ആയി, LD ആയി, UD ആയി, സീനിയർ അസിസ്റ്റന്റ് ആയി. കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പ്രൊമോഷൻ ടെസ്റ്റുകൾ, റിട്ടേൺ എക്സാമുകളൊക്കെ എഴുതി മാറി അസിസ്റ്റന്റ് മാനേജർ ആവുന്നു, പിന്നെ ഷോപ്പിന്റെ മാനേജർ ആവുന്നു. അങ്ങനെ ഏറ്റവും അവസാനം നമുക്കൊരു റീജിയണൽ മാനേജർ വരെ ആകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു തസ്തിക കൂടിയാണ് ഈ പറയുന്ന ബിവറേജസ് കോർപ്പറേഷൻ LD എന്ന് പറയുന്ന പരീക്ഷ. നന്നായിട്ട് പഠിച്ചാലേ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് LD ആയി, പതുക്കെ UD ആയി, അതേപോലെ സീനിയർ അസിസ്റ്റന്റ് ആയി, അതേപോലെ പിന്നെ അസിസ്റ്റന്റ് മാനേജറായി നിങ്ങളുടെ കരിയറിനെ
ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നേരത്തെ ഞാൻ അറിയിക്കുകയാണ്. സാലറി എന്ന് പറയുന്നത് പുതിയ പേ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ 26,500 മുതൽ 60,700 വരെയുള്ള സ്കെയിലായിരിക്കും വരുന്നത്. അതായത് നമ്മൾ ജോലിയിൽ കയറുമ്പോൾ നമ്മുടെ ബേസിക് പേ എന്ന് പറഞ്ഞാല് 26,500. പിന്നെ നമ്മൾക്ക് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് പ്രൊമോഷനായി അല്ലെങ്കിൽ ആ ഒരു കരിയർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് സ്കെയിൽ മാറി 700 രൂപ കൂടി വർദ്ധിച്ച് 27,900 പിന്നെ 800 വർദ്ധിച്ച് 31,100 അങ്ങനെ പോയി ചുരുക്കി പറഞ്ഞാല് 60,700 രൂപ വരെ സ്കെയില് നിങ്ങൾക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ബിവറേജസ് എൽഡി എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് മാത്രമല്ല, അത് ബേസിക് മാത്രമാണ്. അതിന്റെ കൂടെ DA ഉണ്ട്, HRA ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പറയുന്ന പോലെ ഔട്ട്ലെറ്റുകളിലാണെങ്കിൽ നമ്മുടെ ജോലി സമയത്തിൽ മാറ്റമുണ്ട്. ജോലി സമയം 9 മണി മുതൽ സാധാരണ നമ്മളിപ്പോ 9 to 5 ജോലിയാണെങ്കിൽ അത് നമ്മൾക്ക് വെയർ ഹൗസിലോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളിലോ ആണെങ്കിൽ നമുക്ക് രാവിലെ പോയാൽ വൈകുന്നേരം വരെ. പക്ഷെ ഇതങ്ങനല്ല. രാത്രി 9 മണി വരെ നമ്മൾ ഔട്ട്ലെറ്റുകളാണെങ്കിൽ രാത്രി 9 മണി വരെ നമ്മൾ അവിടെ നിൽക്കണം. അതിന് പ്രത്യേക അലവൻസ് ഉണ്ട്. 420 രൂപ വെച്ച് ഓരോ ദിവസവും നമുക്ക് അലവൻസ് കിട്ടും. നിങ്ങളൊരു 10-20 ദിവസം അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 8,500 രൂപയ്ക്ക് മേലെ അന്നേരം തന്നെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഒരു 40,000 രൂപയോടടുത്ത് ശമ്പളം കിട്ടാവുന്ന, തുടക്കത്തിൽ തന്നെ ഒരു 40,000 രൂപയോടടുത്ത് ശമ്പളം കിട്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക കൂടിയാണ് ബിവറേജസ് എൽഡി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊമോഷന്റെ കാര്യത്തിലാണെങ്കിലും ബിവറേജസ് എൽഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബോണസ് കിട്ടും എന്നുള്ളതാണ്, അല്ലേ? ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ നമുക്ക് ബോണസ് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. നമ്മളെല്ലാവരും ഈ ഓണത്തിന്റെ ബോണസ് കണ്ട് ഞെട്ടിപ്പോയല്ലേ? ബിവറേജസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 1,00,000 രൂപയിൽ മേലെ ബോണസ് കിട്ടിയ ഒരു വർഷമായിരുന്നു 2025 ഓണം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത വർഷം മാറും. ചിലപ്പോൾ 1.5 കഴിഞ്ഞ പ്രാവശ്യം 80,000 മേലെയായിരുന്നു. അത് ഇത്തവണ 1,00,000 മാറി. അടുത്ത ഒരു ഫെസ്റ്റിവൽ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും മാറും. അങ്ങനെ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പൊ അത്തരത്തിലെ ഇത്രയും വലിയൊരു തുക ബോണസ് കിട്ടാവുന്ന മറ്റൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു വർഷത്തിന്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലോട്ട് 1,00,000 രൂപ എക്സ്ട്രാ വരിക എന്ന് പറഞ്ഞാൽ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ഹൈലൈറ്റ് ഈ ഒരു തസ്തികയ്ക്കുണ്ട്. അപ്പം ബോണസ് കണ്ടിട്ട് ആൾക്കാർ സ്വാഭാവികമായിട്ട് സാധാരണ LD കയറുന്നവർ പോലും അത്തരം LD, അതായത് ഡിപ്പാർട്ട്മെന്റ് LDകളൊക്കെ ഒഴിവാക്കിയിട്ട് ബിവറേജസ് LDയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പില്. ഈ സാധ്യതകൾ നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങളെ മുമ്പോട്ട് നയിക്കണം. അതാണ് മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ വരാൻ പോകുന്ന ബിവറേജസ് കോർപ്പറേഷൻ LDയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഒരുവിധം മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച മറ്റൊരു സംശയം, ഇതിന് ലീവ് ഉണ്ടോ എന്നുള്ളതായിരുന്നു. ലീവ് ഉണ്ട്. പലരും പറയുന്നത് ഈ ബിവറേജസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ബിവറേജസിൽ വർക്ക് ചെയ്താൽ ലീവൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ആ ലീവ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി എടുക്കാം. അത് ഞായറാഴ്ച തന്നെ അവധി എടുക്കണം എന്ന് നിർബന്ധമില്ല. ഷോപ്പിലെ ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ലീവ് കിട്ടുന്നത്. ഷോപ്പിൽ ഇത്ര പേര് നിർബന്ധമായിട്ടും വേണം, ഔട്ട്ലെറ്റുകളാണെങ്കിൽ ഇത്ര വ്യക്തികൾ നിർബന്ധമായിട്ടും വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലീവ് വരുന്നത്. അപ്പൊ ഔട്ട്ലെറ്റുകളിൽ നിൽക്കുന്ന ആളുകൾ ഞായറാഴ്ച വർക്ക് ചെയ്യും. അവർ ചിലപ്പോൾ തിങ്കളാഴ്ച അവധി എടുക്കും, ചൊവ്വാഴ്ച അല്ലെങ്കിൽ അവധി എടുക്കും, ബുധനാഴ്ച. അങ്ങനെ ആഴ്ചയിലെ ഒരു ദിവസം നമുക്ക് അവധി എടുക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് അവധി ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് കോമ്പൻസേറ്ററി ഓഫ് വേണമെങ്കിൽ എടുക്കാം. അതായത് ഏതെങ്കിലും ഒരു അവധി ദിവസം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനു പകരം ആ മാസം തന്നെ നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് അവധി എടുക്കാൻ പറ്റും. അതാണ് കോമ്പൻസേറ്ററി ഓഫ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വർഷത്തിലെ 12 കാഷ്വൽ ലീവും 12 സിക്ക് ലീവുകളും ഉണ്ട്. 24 അവധി സാധാരണ പോലെ തന്നെ നമുക്ക് 24 അവധികളും ഉണ്ട്. അതേപോലെ എല്ലാ മാസവും 1-ാം തീയതി അവധിയാണ്, ഡ്രൈ ഡേ ആണ്. അതേപോലെ ഇലക്ഷന് 2 ദിവസം മുമ്പും റിസൾട്ടിന്റെ അന്നും ബിവറേജസ് ഔട്ട്ലെറ്റുകളൊക്കെ അവധിയാണ്. അന്നൊക്കെ നമുക്ക് അവധി കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ഡേയ്സ്, അതായത് ദുഃഖവെള്ളി ആണെങ്കിലും
അതേപോലെ ജൂൺ 26 എന്ന് പറയുന്ന ദിവസം ലഹരി വിരുദ്ധ ദിനമാണ്. അന്ന് നമുക്ക് അവധിയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധിയുടെ ദിവസം ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് അവധിയാണ്. അതുപോലെ ഗാന്ധി സ്മരണ ദിനം ജനുവരി 30 ഈ ദിവസങ്ങളൊക്കെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആ ദിവസങ്ങളൊക്കെ നമുക്ക് അവധിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്ക് വലിയൊരു അവധിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊമോഷന്റെ കാര്യത്തിലാണെങ്കിലും ലീവിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും ബിവറേജ് LD എന്ന് പറഞ്ഞാൽ ഒരു പടി മുമ്പിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആദ്യത്തെ 100-നകത്തേക്ക് ഒരു ജില്ലാതല പരീക്ഷയല്ല, ഒരു സംസ്ഥാനതല പരീക്ഷ ആയതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. മാത്രമല്ല നിങ്ങളുടെ റാങ്ക് ആദ്യത്തെ 100-നകത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അത് മറ്റൊരു വസ്തുതയാണ്. അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം തുടങ്ങാം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ ഒരു 6 മാസത്തെ സമയമായിരിക്കും പഠിക്കുവാൻ കിട്ടുന്നത്. നിങ്ങൾ ഇപ്പോൾ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2026 പകുതിയോടുകൂടി നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 അല്ലെങ്കിൽ 9 മാസത്തോളം സമയം നിങ്ങൾക്ക് പഠിക്കുവാൻ കിട്ടും. അപ്പൊ നിങ്ങളുടെ ചോദ്യം അടുത്തതാണ്, സാറേ ഏത് സിലബസ് ആണ്? മക്കളെ നമ്മുടെ LDയുടെ സിലബസ് ഇല്ലേടാ, ആ LDയുടെ സിലബസ് ആണ് നമ്മൾ മെയിൻസിന്റെ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻസിന്റെ പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുവാണെങ്കിൽ അതിനകത്ത് പ്രിലിംസിന്റെ എല്ലാ ടോപ്പിക്കുകളും വരുന്നുണ്ട്. അതിനകത്ത് ഇല്ലാത്തത് നിങ്ങൾ പ്രത്യേകം പഠിച്ചാൽ മതിയാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എൻറ്റയർ സിലബസിന്റെ 20% കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു പടി മുമ്പിൽ നിൽക്കാൻ പറ്റും. അതായത് മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പടി മുമ്പിൽ നിൽക്കുവാൻ അവിടെ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഇപ്പോഴേ പഠനം തുടങ്ങി ആ ഒരു ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പഠനത്തിലെ ഒരു 20% സിലബസിന്റെ എൻറ്റയർ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 2026 നടക്കാൻ പോകുന്ന ബിവറേജ് LD നിങ്ങളുടെ കയ്യിലിരിക്കും. അത്തരത്തില് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എൻറ്റയർ സിലബസിന്റെ നല്ലൊരു ഭാഗം കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിച്ച് മുമ്പോട്ട് പോകുന്ന രീതിയിൽ SCRTക്കും NCRTക്കും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളെ ഒരു മെന്റർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും എന്താണ് പഠിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ പരീക്ഷകളാണ് എഴുതേണ്ടത്, ഏറ്റവും അവസാനം വീക്കെൻഡിൽ നിങ്ങൾ ഏത് റിവിഷൻ എക്സാമുകളാണ് എഴുതേണ്ടത്, മന്ത് എൻഡിലേക്ക് ഏത് എക്സാമുകളാണ് എഴുതേണ്ടത്, അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ OMR എക്സാമുകൾ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ പാക്കാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ പുതിയ ബാച്ചായിട്ട് നമ്മൾ പോകുന്നത്. സോ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന നമ്മുടെ ഈ പറഞ്ഞ ബിവറേജസ് LD എന്ന് പറയുന്ന ആ സ്വപ്ന ജോലി നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ ഈ ഒരു ബാച്ചിലൂടെ സാധിക്കുന്നതാണ്. എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഇപ്പോഴേ പഠനം നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ചെറിയ ചെറിയ കാൽവെപ്പുകളിലൂടെ എൻറ്റയർ സിലബസിന്റെ ഒരു 20% നമുക്ക് നോട്ടിഫിക്കേഷൻ മുമ്പായിട്ട് തീർക്കുന്ന രീതിയിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകുവാൻ. ഈ ഒരു കാലയളവിൽ തന്നെ നിങ്ങൾക്ക് SCRT NCRT ടോപ്പിക്കുകളിൽ വളരെ ഭംഗിയായിട്ടുള്ള കോൺക്രീറ്റ് നോളജ് കൂടി ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ബാച്ചുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ആ ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോഴേ നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2027 നിങ്ങൾക്ക് ഒരു നല്ലൊരു സേഫ് റാങ്ക് ലിസ്റ്റിനകത്തേക്ക് വരാൻ സാധിക്കും. 2027 2028 നിങ്ങൾക്ക് ഇതുപോലെ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ബോണസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് കരിയർ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അടുത്ത ഒരു ഓണാഘോഷമൊക്കെ വലിയൊരു സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക്, അതായത് നല്ലൊരു റാങ്ക് ലിസ്റ്റിനകത്ത് നിങ്ങൾ എത്തപ്പെട്ടു എന്നുള്ള വലിയൊരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഓണാഘോഷത്തിലെ വലിയ സന്തോഷങ്ങൾ കൂടി നേരുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.
ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.